എനിക്ക് ഈ കണക്കുകൾ സംബന്ധിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ കൃത്യമായി സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം പ്രൊഫസർ ജിജു അലക്സ് ഉണ്ട്. അദ്ദേഹം ഒന്ന് വിശദീകരിച്ചിട്ട് എനിക്ക് കോൺഗ്രസിനോടുള്ള ചോദ്യം കോൺഗ്രസ് സഹയാത്രികനായ എൻ ശ്രീകുമാറിനോട് ചോദിക്കാം. പ്രൊഫസർ ജിജു അലക്സ്, എന്താണ് ശരിക്കും കേരളത്തിൻ്റെ ആവശ്യം എന്നുള്ളതും എന്താണ് കേരളത്തോട് കൊടുത്ത മറുപടി എന്നുള്ളതും അങ്ങ് ശ്രദ്ധിച്ചോ? എന്താണതിന് താങ്കളുടെ വിശദീകരണം? ചർച്ചയിൽ ഈ പ്രശ്നത്തെ നമ്മൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് സമീപിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശ വിധേയമായിട്ടുള്ളത്. ഒന്ന്, സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം എത്രത്തോളം ലഭിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച പൊതുവായിട്ടുള്ളൊരു പ്രശ്നം. അതുപോലെ തന്നെ ഗ്രാന്റ് എത്രത്തോളം ലഭിക്കുന്നു എന്നുള്ളത്. മൂന്നാമതായി, മൂലധന നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് ലഭിക്കുന്നത് പര്യാപ്തമാണോ എന്നുള്ളത്. ഏറ്റവും അവസാനം, കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കടമെടുപ്പ് പരിധിയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച്. അപ്പൊ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര ധനമന്ത്രി ചില വിശദീകരണങ്ങൾ നൽകിയുണ്ടായി. ആ വിശദീകരണങ്ങൾ പലപ്പോഴും വലിയ തോതിൽ ലളിതവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇത് പൊതുവെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്കീമിന്റെ ഭാഗമായി കുറച്ച് തുക ലഭിച്ചുവോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. അതിനേക്കാൾ അപ്പുറത്തായി സംസ്ഥാനങ്ങളുടെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി ലഭിക്കേണ്ടുന്ന തുക കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടോ, അത് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ, അങ്ങനെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്ന സമയത്ത് കുറവുണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് അത് കൃത്യസമയത്ത് കൊടുക്കേണ്ടതുണ്ടോ മുതലായിട്ടുള്ള മൗലികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു വളരെ ലളിതമായിട്ടൊന്ന് വിവരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഒന്ന്, പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് 2004, 2014 വരെയുള്ള കാലഘട്ടത്തിൽ നികുതി വിഹിതമായിട്ട് കേരളത്തിന് ഏതാണ്ട് 46,000-ലധികം കോടി, 46,300-ലധികം കോടി രൂപ ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് 2014-24 1,50,000-ൽ പരം കോടി രൂപ കേരളത്തിന് ലഭിച്ചു. ശരിയാണ്, ആ തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വെക്കുക. പക്ഷെ പ്രശ്നം അതല്ല. ഈ നികുതി വിഹിതം എന്ന് പറയുന്നത് ഏതെങ്കിലും സൗജന്യ നിരക്കിൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഒന്നല്ല. അത് ഭരണഘടനാദത്തമായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അത് മുഴുവൻ നികുതി വരുമാനത്തിന്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതമാണ് എന്നുള്ളത് നമുക്ക് ലളിതമായിട്ട് അറിയാം. അത് ധനകാര്യ കമ്മീഷനാണ് നിശ്ചയിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് നിശ്ചയിക്കുന്നത്. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം പ്രത്യേകം ശാസ്ത്രീയമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഏതാണ്ട് 6 മാനദണ്ഡങ്ങളാണ് അതിനുള്ളത്. ആ 6 മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം നമുക്കറിയാവുന്ന പോലെ ജനസംഖ്യയും അതുപോലെ തന്നെ വരുമാനത്തിലുള്ള അന്തരവും ഒക്കെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിശീർഷ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ 2ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഈ 2 കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവരുടെ ഫോർമുല അനുസരിച്ച് പലപ്പോഴും കേരളത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിന്റെ വിഹിതം കുറയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം ഈ തരത്തിലുള്ള വികസന ലക്ഷ്യങ്ങളൊക്കെ വളരെ മുമ്പേ തന്നെ ആർജിച്ച ഒരു ജനതയും ഒരു സംസ്ഥാനവും ഒരു സമൂഹവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും ഒരു നേട്ടം ആർജിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അത് നിലനിർത്തുക എന്നുള്ളത്. ഇത് നിലനിർത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള തുക പിന്നീട് ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതിന് പര്യാപ്തമായ വിധത്തിൽ ഈ ധനകമ്മീഷന്റെ ഈ നികുതി വിഹിതം വിഭജിച്ച് നൽകുന്ന പ്രക്രിയ ശാസ്ത്രീയമായി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. അത് കേരളം പോലെ ഉയർന്ന വരുമാനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ 2ാം തലമുറ വികസന ആവശ്യങ്ങളാണ്. അത് വേല ദാരിദ്ര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം എന്ന് പറയുന്നത് 0.22% ഇപ്പൊ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി പരമദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത്. അടുത്ത വർഷം പകുതിയോടുകൂടി പ്രഖ്യാപിക്കപ്പെടുകയാണ്. പക്ഷെ അതിന് വേണ്ടുന്നതും അത് നിലനിർത്തുന്നതിനും വേണ്ടുന്ന തുക അത് സവിശേഷമായി നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ നികുതി വിഹിതം എത്രത്തോളം കേരളത്തിന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. 15ാം ധനകാര്യ കമ്മീഷന്റെ ഡിവിസിബിൾ പൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. നേരത്തെ ഈ ഡിവിസിബിൾ പൂളിനെ കുറിച്ചാണ് എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് 42% എന്ന് പറഞ്ഞിരുന്നു. അത് 41% കുറയ്ക്കണം എന്ന് ഗവൺമെന്റ് പ്രത്യേകമായിട്ടൊരു സമ്മർദ്ദം ചെലുത്തി എന്ന് ഒരു വാർത്തയുണ്ട്. അത് നമുക്കറിയാം. ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിയതല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ, പ്രധാനമന്ത്രി നേരിട്ട് അത് സമ്മർദ്ദം ചെലുത്തി എന്നാണ് ആ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേൾക്കുന്നത്. അതെ, 41% കുറയ്ക്കുന്നു. 41% കുറയ്ക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ഈ ഡിവിസിബിൾ പൂളിന്റെ 3.8% കേരളത്തിന് ലഭിച്ചിരുന്നത്.
പക്ഷെ 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് അത് കുറഞ്ഞ് 1.9% കുറയുന്നു. അത് 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് 2.5% കുറഞ്ഞിരുന്നു. അത് ഇനി കുറയാനില്ല എന്നുള്ള ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1.9% കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ അനുക്രമമായി കുറയുന്ന ഈ പ്രക്രിയ അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതങ്ങനെ കുറയാൻ പാടുണ്ടോ? അങ്ങനെ കുറയാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെ തന്നെ നിലനിർത്തുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടുകയോ ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന്റെ വികസനാവശ്യങ്ങൾക്കുള്ള ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വിഹിതം കാര്യമായി വർദ്ധിച്ചേനെ. ആ വർധനവ് ഇങ്ങനെ കുറയുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. കേരളത്തിന്റെ നിത്യനിദാന പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക് തികയാതെ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രൊഫസർ ജിജു അലക്സ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ കണക്കുകൾ അങ്ങ് ഹാജരാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളോ ഒന്നും അല്ലല്ലോ, അങ്ങനെയാണോ? അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില വിവിധ, ഉദാഹരണത്തിന് നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ടൈഡ് ഗ്രാന്റ്, അൺടൈഡ് ഗ്രാന്റ് മുതലായിട്ടുള്ളവയുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷൻ ഉണ്ട്, നമ്മുടെ ഹെൽത്ത് ഗ്രാന്റ് ഉണ്ട്. ഹെൽത്ത് ഗ്രാന്റിന്റെ ഒക്കെ ഭാഗമായി നമുക്ക് ഏതാണ്ട് 2600, ഒരു ഉദാഹരണം ഞാൻ പറയാം, 2600 കോടി നമുക്ക് 5 വർഷം കൊണ്ട് ലഭിക്കേണ്ടതാണ്. 538 കോടിയാണ് ഒരു വർഷം ലഭിക്കുന്നത്. 538 കോടി ഒരു വർഷം ലഭിച്ച ഇവിടുത്തെ 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് അത് കൊടുത്തു കഴിയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള തുകയെ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, കടുത്ത നിബന്ധനകളാണ് ഈ തുക ചെലവഴിക്കുന്നതിന് വേണ്ടി വച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ പുരോഗതി പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ലഭിക്കുന്ന തുക താരതമ്യേന വളരെ പരിമിതമാണ് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. അത് സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോഴുള്ള ആരോഗ്യ മേഖലയിൽ നമ്മൾ ഇതിനകം സൃഷ്ടിച്ചിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക അത്രത്തോളം വലിയൊരു തുകയാണെന്ന് പറയാൻ കഴിയും. പക്ഷെ അത് ലഭിക്കുന്നതിന് നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. വലിയ തോതിലുള്ള നിബന്ധനകൾ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ നിബന്ധനകൾ ചിലപ്പോൾ ഏർപ്പെടുത്തുന്ന സമയത്ത് ചില പ്രത്യേക നിബന്ധനകൾ, ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റികൾക്ക് അർബൻ അഗ്ലോമറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ടുന്ന തുക ലഭിച്ചിട്ടില്ല. പ്രോപ്പർട്ടി ടാക്സിന്റെ ഇൻക്രീസ് അല്ലെങ്കിൽ അതിന്റെ വർധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ശതമാനത്തിൽ ഉണ്ടാകുന്ന ഒരു സാങ്കേതിക തിരക്കാണ്. ഈ സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ ഉണ്ടാകുന്നതും അതിനുവേണ്ടി ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ കാണുന്നതും ഈ കൃത്യം റിപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ വേറെ കാര്യം. പക്ഷേ ഈ സമരം യഥാർത്ഥത്തിൽ അങ്ങനെ സാങ്കേതികമായിട്ടുള്ള പിഴവുകൾ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പോയി കണ്ടിട്ട് ഓരോരോ മന്ത്രാലയങ്ങളിൽ പോയി ഈ തുക ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നതോ അല്ല. മറിച്ച് അതിനേക്കാൾ വലിയ തോതിലുള്ള ഫെഡറലിസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഉയർത്തുന്ന പ്രശ്നങ്ങളാണ്.